ഞാൻ ശ്രീ മഞ്ജുളാകത്തോട് ചോദിക്കാൻ വന്നൊരു കാര്യം എന്താ, ഇവിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഹൈക്കോടതിയിൽ പോയ ഒരു കേസ് ഞാൻ ഓർമ്മിപ്പിക്കാം. കെ ഫോണുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളി. ഇവിടെ അങ്ങനെ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഇക്കാര്യങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ തന്നെ അറിയിക്കുന്നു, സമഗ്രമായ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. അങ്ങനെ ഒരു അന്വേഷണം ഇതിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഒന്നും വിട്ടുകളയാതെ താങ്കൾ ഈ പറഞ്ഞ ഈ ചർച്ചയിൽ വന്ന് കാട്ടുന്ന ആവേശം എന്തുകൊണ്ട് സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ കാട്ടുന്നില്ല? അതേ എല്ലാവരും ചോദിക്കുന്നുള്ളൂ. താങ്കളുടെ ആത്മവിശ്വാസം പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ലേ? സഭയിൽ എഴുന്നേറ്റ് നിന്ന് ചർച്ച ചെയ്യരുതോ? ചർച്ച ആവശ്യപ്പെടരുതോ? സബ്മിഷൻ ഉന്നയിക്കരുതോ? ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിക്കരുതോ? അതെന്തേ ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ശരത്തെ, ഞാൻ വളരെ വിനയത്തോടൊരു കാര്യം പറയുന്നു. നിങ്ങൾ 3 പേരുണ്ട് ഒരു ഭാഗത്ത്, മാത്രം. അപ്പം നിങ്ങൾ 3 പേര് പറയുന്ന സമയം എനിക്ക് തരണ്ട. 3 പേര് തരേണ്ട സമയം തരണ്ട, ഒരാൾ പറയുന്ന സമയം തന്നാൽ മതി. അത് അരുൺകുമാർ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഈ അവിശ്വാസ നമുക്കറിയാം അടിയന്തര പ്രമേയമായാലും നമ്മൾ അങ്ങനെ ഒന്ന് ചർച്ച ചെയ്ത് തള്ളി ഇത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മന്ത്രി രാജിവെക്കുന്ന, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുന്ന ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്തല്ലേ പരിശോധിക്കുക. പ്രതിപക്ഷം പറയുന്നു മന്ത്രി രാജിവെക്കണം. അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്തല്ലേ പരിശോധിക്കേണ്ടത്. അത് ചർച്ച ചെയ്തല്ലേ പരിശോധിക്കേണ്ടത്. ില്ലെങ്കിൽ ഞാൻ സംസാരം നിർത്തത്തില്ല. എന്റെ ചോദ്യം ഒന്ന് കേട്ടിട്ട് താങ്കൾ പറഞ്ഞോളൂ. താങ്കളോടാണ്, ഇവരോട് ആരോടുമല്ല. നിങ്ങൾ പറയുന്നു മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ ഉടൻ അത് അംഗീകരിക്കാൻ നിൽക്കുന്നവരാണോ ഭരണപക്ഷം? അപ്പോൾ നിങ്ങൾ വെക്കുന്ന ഈ ആവശ്യം അവരുടെ കൂടി ഭരണപക്ഷത്തിൻ്റെ മറുവാദവും കൂടി കേട്ട് ചർച്ച ചെയ്തല്ലേ അതിലേക്ക് ജനങ്ങൾക്കൊരു നിഗമനത്തിൽ പോകാൻ കഴിയും. ആ ചർച്ച എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല പ്രതിപക്ഷം? അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് 2025 സംഭവം അല്ല ശരത്, 2019 സംഭവമാണ്. അതുമാത്രമല്ല, കമ്മീഷണർ വാസു 2 ടേം കമ്മീഷണർ വാസു ഇന്നും എന്താ പറഞ്ഞത്? അവിടെ ക്രമക്കേടുണ്ട്, ദേവസ്വം ബോർഡ് ക്രമക്കേടുണ്ട്. വിജിലൻസ് ചോദിച്ചാൽ ഞാൻ എല്ലാം കൃത്യമായി പറയും. നിങ്ങളുടെ നേതാവ് ജി സുധാകരൻ എന്താ പറഞ്ഞത്? എൻ്റെ കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റു കാലത്ത് ഞാൻ എല്ലാവരും സമയത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞത് 2019 നടന്ന ഈ സംഭവം ഇത്രയും കാലം നടന്ന അവിടെ എല്ലാവർക്കും അറിയാം, മന്ത്രിമാരായിരുന്നവർക്കറിയാം. അതുപോലെ പ്രശാന്ത് എന്താ പറഞ്ഞത്? എൻ്റെ കാലത്തല്ല നടന്നത്. അപ്പോൾ ജി സുധാകരൻ പറയുന്നു എൻ്റെ കാലത്തല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എൻ്റെ കാലത്തല്ല. ഈ ഒരു വിഷയമാണോ നമ്മൾ പെട്ടെന്നെടുത്ത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്? ഇത് കുറേ കാലമായി നടക്കുന്ന സംഭവമാണ്. വാസു ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ക്രമക്കേടുകളാണ്. എന്നോട് ഇതുവരെ ആരും ചോദിച്ചില്ല. വിജിലൻസ് ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ആരാ? അയാൾക്ക് സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ യുക്തി ഇതാണ്. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിന്റെ യുക്തി ഈ വിധമാണ്. ശ്രീ ജയൻ അവതരിപ്പിച്ചല്ലോ, മറുപടി പറയും. അല്ല, ഈ വിഷയങ്ങളെല്ലാം ഒരു അടിയന്തര പ്രമേയമായിട്ടോ സബ്മിഷനായിട്ടോ ചോദ്യോത്തര വേളയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വിശേഷാധികാരം ഉപയോഗിച്ചോ ബഹുമാനപ്പെട്ട നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടാൽ എത്ര സമയമെടുത്തവർക്ക് ഇത് ഉന്നയിക്കാം? MLA-മാർക്ക് ആനുപാതികമായിട്ട് സമയവും കിട്ടും, കൃത്യമായിട്ട് അതിന് മറുപടിയും കിട്ടും, നിയമസഭാ രേഖയുടെ ഭാഗമായി മാറും, എല്ലാ ചാനലുകൾക്കും അത് ലൈവായിട്ട് വരും, പൊതുസമൂഹത്തിൽ ജനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള ആശങ്കയും അകറ്റപ്പെടും. എന്തുകൊണ്ട് പ്രതിപക്ഷം അതിന് തയ്യാറാകാതെ ഇവിടെ ഒച്ചപ്പാടും ബഹളവും അതുപോലെ സ്പീക്കറെ അധിക്ഷേപിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള അക്രമ സമരത്തിന്റെ പാത സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ചില മേഖലകളിൽ മാർച്ചോ സമരമോ നടത്തി. BJP-യിൽ നിന്ന് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയ സന്ദീപ് വാര്യരടക്കം പോലീസുകാരെ ക്രൂരമായി ആക്രമിക്കുന്ന, തള്ളി വീഴ്ത്തുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഒരു സുവർണാവസരം കിട്ടി അത് പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസും BJP മത്സരിക്കുകയാണ്. ഇപ്പോൾ ഒരു ADGP-യുടെ നേതൃത്വത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ SP അന്വേഷിച്ച റിപ്പോർട്ട് നാളെ തന്നെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിക്കും. അപ്പോൾ ഹൈക്കോടതി അതിൽ ഗൗരവമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി തന്നെ വച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് CBI എൻക്വയറി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതേ കാര്യം തന്നെയാണ് BJP ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ADGP-യുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ
മുഴുവൻ രേഖകളും പരിശോധിച്ചു കൊണ്ടുവന്ന അന്വേഷണത്തെ ഇവർക്ക് തൃപ്തികരമല്ലെന്ന് പറയാൻ കാരണം എന്താണ്? അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഹൈക്കോടതിയെ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ഇന്നലെ ഞാനടക്കം പങ്കെടുത്ത ചാനൽ ചർച്ചകളിൽ അടക്കം പറയുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ സബ്മിഷൻ പോലും അവതരിപ്പിക്കില്ല, ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ മറക്കിച്ചു വയ്ക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോഴേ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ സോണിയാഗാന്ധിക്ക് വരെ കൊണ്ടുപോയി പൊതി കൊടുക്കുന്ന വലിയ ബന്ധമുള്ളയാൾ, അടൂർ പ്രകാശിന് കൊണ്ടുപോയി പൊതി കൊടുക്കുന്നയാൾ, ഇപ്പൊ ചോദിച്ചല്ലോ കോൺഗ്രസ് പ്രതിനിധി, മുഖ്യമന്ത്രി ഇവിടെ ഭീമ ജ്വല്ലേഴ്സ് ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് സമർപ്പിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായി ഭീമ ജ്വല്ലറിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൂടെ തന്നെ വന്ന് നിൽക്കുകയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്നത് എന്താ? ഈ താൻ തന്നെ കാണാനില്ലെന്ന് പറഞ്ഞ താങ്ങുപീഠം താൻ നിർമ്മിച്ചു കൊടുത്തു. അത് താങ്ങുപീഠം കൃത്യമായി ശബരിമലയുടെ സ്ട്രോങ് റൂമിലുണ്ട്. ഇപ്പോൾ അത് കാണാനില്ല എന്നൊരു വാദമാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിന് 4 ദിവസം മുമ്പ് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചത്. അതാണല്ലോ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അന്വേഷണം ആരംഭിച്ചതും ഇപ്പോഴുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഈ താങ്ങുപീഠം ഇതേ സ്ട്രോങ് റൂമിൽ കൊണ്ടേ വയ്ക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നും താൻ കണ്ടില്ലെന്ന് പറഞ്ഞ സാധനം അവിടെ തന്നെ കൊണ്ടേ വെച്ച് ദേവസ്വം ബോർഡെല്ലാം തിരിച്ചു കൊണ്ടേ വെച്ചതാണെന്ന വ്യാജേന പല കഥകൾ സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി സ്ട്രോങ് ആയിട്ട് ദേവസ്വം ബോർഡ് ഇടപെട്ടതിന്റെ ഭാഗമായി അത് സാധിച്ചില്ലെന്നും മലയാളത്തിലെ തന്നെ മുഖ്യ ചാനലുകൾ പുറത്തുവിടുന്നുണ്ട് വാർത്ത. എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ആധികാരികത എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കട്ടെ. റിപ്പോർട്ടുകൾ ഇപ്പൊ മറ്റന്നാൾ തന്നെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരും. അതുപോലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഒരു കാരണവശാലും ഒരാളെ പോലും ഇതിൽ ബന്ധമുള്ള ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ദേവസ്വം ബോർഡോ ഗവൺമെന്റോ സ്വീകരിക്കില്ല. സസ്പെൻഷനുകളൊക്കെ ആരംഭിച്ചു. റിട്ടയറായി പോയ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുകയാണ്. അതുകൊണ്ട് ഇവരെത്ര സത്യം മറച്ചു വെക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാലും നിയമസഭയിൽ തന്നെ ആ സത്യം പുറത്തു വരാനുള്ള ഇടപെടൽ നടത്താതെ ആ നിയമസഭ അലങ്കോലമാക്കാൻ ശ്രമിച്ചാലും ദേവസ്വം ബോർഡും ഗവൺമെന്റും അതിശക്തമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞു നിർത്തിയതിൽ തന്നെ ഒരു പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഫയലുകൾ ശേഖരിച്ചു. ദേവസ്വം വിജിലൻസ് SP-യുമായി അവർ ആശയവിനിമയം നടത്തി. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പുതിയ വാർത്ത കൂടി നമ്മുടെ മുമ്പിലേക്ക് ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ പറയേണ്ടതുണ്ട്. വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പുതിയ വിവരങ്ങൾ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ.